സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ആസിഡുകളും ബേസുകളും എന്നതിലെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാം. നമുക്ക് ഇനി നോക്കാനുള്ളത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ എന്ന് തുടങ്ങുന്ന ഹെഡിങ്ങിലുള്ളത് പേജ് നമ്പർ 33 മുതലാണ് നോക്കാനുള്ളത്. ഓക്കെ, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു കണ്ടെത്തിയല്ലോ. അപ്പം നമ്മൾ എന്താണ് ആസിഡ്, എന്തൊക്കെയാണ് ആസിഡിന്റെ പ്രത്യേകതകൾ എന്നെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നമ്മൾ പരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. താഴെ പറയുന്ന പദാർത്ഥങ്ങളെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓറഞ്ച്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പമ്പുളി നീര്, മുന്തിരി നീര്, അതുപോലെ തന്നെ തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എങ്ങനെയാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. താഴെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ്? ഇതിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ പറ്റുന്നത് ഓറഞ്ച് നീര്, ഇരുമ്പമ്പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര്. ഇത്രയും സാധനങ്ങൾക്കാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെയൊക്കെ പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് ഇവക്കെല്ലാം പുളിരുചിയാണ്. പുളിരുചി ഉള്ളത് കൊണ്ട് ഇതെല്ലാം ആസിഡാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. ഇവക്ക് പുളിരുചി ഉള്ളതിനാൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് എഴുതുക. അപ്പോൾ നമുക്കറിയാം ആസിഡ് ഉണ്ടെങ്കിൽ അവിടെ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പരീക്ഷണം ചെയ്ത് നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ആൻസർ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പഴങ്ങൾ അറിയാം. ആ പഴങ്ങളിലെല്ലാം മിക്ക പഴങ്ങളിലും എന്താണ്? ഒരുപാട് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ പരിചയപ്പെടാം. ഇവിടെ തന്നിട്ടുണ്ട് ഭക്ഷ്യവസ്തു മോര്, തൈര്, അതിൽ ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരി ആണെങ്കിൽ അവിടെ അസറ്റിക് ആസിഡാണ്. നാരങ്ങയിലും സിട്രിക് ആസിഡാണ്. വാളംപുളി ആണെങ്കിൽ ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക് ആസിഡാണ്. നെല്ലിക്കയിൽ അസ്കോർപിക് ആസിഡാണ്. തക്കാളിയിൽ ഓക്സാലിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ ഭക്ഷ്യവസ്തുക്കളിലെയും ആസിഡ് എന്ന് പറയുന്നത്. ഇനി നെല്ലിക്കയിലെ ആസിഡിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി പാല് തൈരാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. നമുക്കറിയാം പാല് നമ്മൾ പുളിപ്പിച്ചാണ് തൈരാക്കി മാറ്റുന്നത്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പാലിന് തൈരാകുന്നത്? നമുക്കറിയാം പാലില് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് ഈ ഒരു പുളിരുചി നൽകുന്നത്. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അഥവാ നമ്മൾ ഉറ ഒഴിക്കാറില്ലേ, ആ തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് ഈ ഒരു പുളിരുചി നൽകുന്നത്. ഇവിടെ ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പിക്ചറും തന്നിട്ടുണ്ട്. ഇനി ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും എന്നുള്ളതാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞതാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളെയും ബേസുകളെയും നമുക്ക് പരിചയപ്പെടാം. ഇവിടെ തന്നിട്ടുണ്ട് ആസിഡുകൾ. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലബോറട്ടറികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും എന്ന് പറയുന്നത്. ഇനി ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആസിഡ് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ ചെറിയ രീതിയിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത ആസിഡുകൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് പരിക്കേൽക്കാനും കണ്ണിന് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ പൊള്ളലേൽക്കാനൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ ഇവിടെ തന്ന വാർത്ത നിങ്ങൾ വായിക്കുക. ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിന്റെ ടിന്ന് തുറന്നപ്പോഴാണ് അപകടമുണ്ടായത്. രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണാവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: 1. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. 2. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. അപ്പോൾ ആക്ച്വലി ആസിഡ് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറാണ്, പക്ഷേ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആ സമയത്തെല്ലാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആസിഡ് വീണാൽ വീര്യം കൂടിയ ആസിഡുകൾ ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വേണം. ഓക്കെ. അതുപോലെ വീട്ടിലുണ്ടാകുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ ഇതുവരെ പരീക്ഷണം ചെയ്തത്, അല്ലേ? നമ്മൾ ഒരുപാട് പരീക്ഷണം ചെയ്തത് വീട്ടിലുള്ള ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണം നടത്താം. ഏതെല്ലാം ആസിഡുകളും ബേസുകളും എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരുപാട് ആസിഡുകളും ബേസുകളും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആസിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പരീക്ഷണം ചെയ്യാവുന്നതാണ്. ഇവിടെ സൂചകങ്ങൾ ചേർത്തപ്പോഴുള്ള നിറം മാറ്റം. ഒന്നാമത്തേത് സൂചകം മീഥൈൽ ഓറഞ്ച് ആണ്. ഓക്കെ, മീഥൈൽ ഓറഞ്ച്. ഈ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൽ ഇളം പിങ്ക് ഇളം ചുവപ്പ് നിറമാകുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഇളം മഞ്ഞ നിറമാകും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ഇളം മഞ്ഞ നിറമാണ്. അതുപോലെ ഫിനോഫ്താലിനിൽ നിറവ്യത്യാസം ഉണ്ടാവില്ല. സൾഫ്യൂരിക് ആസിഡിൽ നിറവ്യത്യാസമില്ല. സോഡിയത്തിൽ പിങ്കാവും, പൊട്ടാസ്യത്തിലും അത് പിങ്കാവും. ഇനി നീല ലിറ്റ്മസ് പേപ്പറിൽ അത് ചുവപ്പായിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡിൽ. സൾഫ്യൂരിക് ആസിഡിലും ചുവപ്പായിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിറവ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും. ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിലാണെങ്കിലോ അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിറവ്യത്യാസം ഉണ്ടാവില്ല. സൾഫ്യൂരിക് ആസിഡിൽ നിറവ്യത്യാസം ഉണ്ടാവില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നീല നിറമായിരിക്കും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നീല നിറമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സൂചകങ്ങൾ ചേർത്തപ്പോഴുള്ള മാറ്റം എന്ന ഈ ഒരു പട്ടികയിൽ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. ഇനി ശരീരത്തിനുള്ളിലും ആസിഡോ എന്ന ആമാശയത്തിലെ പ്രത്യേകതകളും അതിൻ്റെ ആസിഡുകളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ അധിക വായനക്കാണ്, കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി ആസിഡുകളും ലോഹങ്ങളും. ആസിഡുകളുടെ 2 സവിശേഷതകൾ നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന് ആസിഡിന് പുളിരുചി ഉണ്ടായിരിക്കും, അല്ലേ? അത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ അപകടം നിറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലുള്ള മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി നേർപ്പിച്ച് അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് അതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ആക്ടിവിറ്റി ഉള്ളത് കൂടുതൽ നോക്കാം. തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഒരു വാതകം ഉണ്ടായിരുന്നു. ആ വാതകമാണ് നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ ഇതേ ഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ ഒരു പരീക്ഷണം നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പൊതു സ്വഭാവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പുളിരുചി ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അതുപോലെ തന്നെ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ? 1. അച്ചാറുകൾ ലോഹപാത്രങ്ങളിൽ ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? അച്ചാറിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായി ഗ്ലാസ് ജാറുകളിലാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. അടുത്തത് തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ച് ലോഹനാശനത്തിന് കാരണമാകുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തൈരും മോരും ചേർത്ത വിഭവങ്ങൾ പാകം ചെയ്യാൻ മൺപാത്രങ്ങളാണ് അനുയോജ്യം.
ഓക്കെ, അപ്പോൾ ഈ 2 കാരണങ്ങളും മനസ്സിലാക്കിയില്ലേ. ഇനി ആസിഡുകളുടെ ഉപയോഗങ്ങളാണ്. വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ നിങ്ങൾക്കറിയാം. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കാറ്? ഒന്ന് അച്ചാറുകളിൽ, അതുപോലെ പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണത്തിന്, അതുപോലെ തന്നെ പശകളെ ലയിപ്പിച്ച് ലേബലുകളും സ്റ്റിക്കറുകളും നീക്കം ചെയ്യാൻ. ഇതിനൊക്കെ നമ്മൾ പ്രധാനമായിട്ടും വിനാഗിരി അല്ലെങ്കിൽ നമ്മുടെ സുർക്ക എന്ന് പറയുന്നത് ഉപയോഗിക്കാറുണ്ട്. ഫോർമിക് ആസിഡിന്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും താഴെ പട്ടികയായി നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഒന്ന്, അസറ്റിക് ആസിഡ്. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അച്ചാറുകളിൽ, പാചകാവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണത്തിന്. ഇനി ഫോർമിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് അവിടെ തന്നിട്ടുണ്ട്, പാനീയങ്ങൾ ഉണ്ടാക്കാനാണെന്ന്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. കാർബോണിക് ആസിഡ് എന്തിനാണ്? സോഡയിലും ശീതളപാനീയത്തിലും ഉപയോഗിക്കാറുണ്ട് കാർബോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കണം. ഇനി ബേസുകളുടെ ഉപയോഗങ്ങളാണ്. ബേസ് ഒന്ന്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിന്റെ അസിഡിറ്റി കുറക്കാനുമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവക്കാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാനാണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മരുന്നുകളിലാണ്. ഓക്കെ, ഇനി പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഒന്ന്, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. ഓക്കെ, ഇനി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ: ഒന്ന് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, 2 മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ബേസുകളുടെ ഉപയോഗങ്ങൾ ഒന്നാണല്ലോ സോപ്പ് നിർമ്മാണം. നമുക്കും സോപ്പ് നിർമ്മിച്ചാലോ? നമുക്കും സോപ്പ് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ സോപ്പ് നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിന്റെ നിർമ്മാണ രീതി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മഞ്ഞളിനെ കുറിച്ച് പറയുന്നുണ്ട്. മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂവിന്റെ കടലാസ് ഉപയോഗിച്ചുവല്ലോ. ഇത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകം കണ്ടെത്തിയാലോ? താഴെ പറയുന്ന വസ്തുക്കളിൽ സോപ്പ് ലായനിയെ അപ്പക്കാര ലായനിയെ ഒഴിച്ചു നോക്കൂ. മഞ്ഞൾ ഉരച്ച കടലാസിൽ നോക്കുക, അതുപോലെ തന്നെ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ നോക്കുക. എന്നിട്ട് ഇതിന് എന്തൊക്കെ നിറവ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാവുന്ന ചില സസ്യഭാഗങ്ങൾ ഏതെല്ലാം എന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന കാബേജ്, ബീട്രൂട്ട്, മഞ്ഞൾ, അതുപോലെ തന്നെ പതിമുഖം. ഓക്കെ, അപ്പോൾ അവിടെ മഞ്ഞൾ, പതിമുഖം എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇവയോരോന്നും ഉരച്ച പേപ്പർ, ഇവയുടെ ജ്യൂസ്, ഇവ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കൂ. വീട്ടിൽ ലഭ്യമായ ആസിഡുകൾ ഇവ ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് എന്താണ് ആ പരീക്ഷണ ഫലം എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. ഒന്ന്, സസ്യഭാഗം. ഇപ്പോൾ ഒരു സസ്യഭാഗം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ടിലെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട പിങ്ക് നിറമാണ്. പിന്നെ ആസിഡിന്റെ നിറം എന്ന് പറയുന്നത് വയലറ്റ് ആയിരിക്കും. പച്ച കലർന്ന മഞ്ഞയായിരിക്കും ബേസിലെ നിറം. അതുപോലെ തന്നെയാണ് മഞ്ഞളിൽ സ്വാഭാവികമായിട്ടും മഞ്ഞൾ നിറം തന്നെയായിരിക്കും. ആസിഡിലും മഞ്ഞയായിരിക്കും. ബേസിലെ നിറം ചുവപ്പായിരിക്കും. മുന്തിരിനീര് പർപ്പിളായിരിക്കും സ്വാഭാവിക നിറം, ചുവപ്പായിരിക്കും ആസിഡിലെ നിറം. ബേസിലെ നിറം എന്ന് പറയുന്നത് പച്ച കലർന്ന മഞ്ഞയായിരിക്കും. പതിമുഖമാണെങ്കിൽ പിങ്കാണ് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ നിറം. ആസിഡിൽ അത് മഞ്ഞ നിറമായിരിക്കും, ബേസിൽ അത് പിങ്ക് നിറമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പട്ടിക പൂർത്തിയാക്കുക. അടുത്തത് പാഠഭാഗം കഴിഞ്ഞു. അതിനുശേഷമുള്ള വിലയിരുത്താം എന്നുള്ള പ്രവർത്തനമാണ്. ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് മഞ്ഞൾ, പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലാൻ. ഇതിലേതാണ്? പതിമുഖമാണ് ആസിഡിന്റെ സൂചകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, പതിമുഖം. ഇനി ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും, രണ്ടാമത്തേത് ആസിഡും, മൂന്നാമത്തേത് ബേസുമാണ്. ഇവ ഏതൊന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവയോരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കുക. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ല.
കാരണം രാസവസ്തുക്കൾ തൊടുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അപകടകരമാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളും ബേസുകളും തിരിച്ചറിയാം. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു, ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നു. രണ്ടു തരം ലിറ്റ്മസിൻ്റെയും നിറം മാറുന്നില്ലെങ്കിൽ ദ്രാവകം എന്ന് പറയുന്നത് വെള്ളമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അഥവാ ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവയുടെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ആസിഡുകൾ അടങ്ങിയ ഗ്ലാസ്സുകൾ നമ്മൾ ലോഹ അടപ്പുകളൊന്നും ഉപയോഗിക്കാറില്ല. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആസിഡുകൾക്ക് യോജിക്കുന്നവ വായിക്കാം. പുളിരുചിയുണ്ട്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. പദ്യമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കും. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് നൈട്രജൻ ഉണ്ടാക്കും. ഇനി ബേസുകളുമായി യോജിക്കുന്നവ ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. വഴുവഴുപ്പുണ്ട്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. കാരരുചിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസുകളുമായി യോജിച്ചവ. ഇനി ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂചകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കണം. 1. ആസിഡിന്റെ സൂചകങ്ങൾ, ബേസിന്റെ സൂചകങ്ങൾ. ഒന്നാമത്തത് ചുവന്ന ചെമ്പരത്തി പൂവ് ഉരച്ച കടലാസ്. ലാബിൽ ഉപയോഗിക്കുന്നത് എന്താണ്? മീഥൈൽ ഓറഞ്ചാണ്. പ്രകൃതിദത്തമായ ബേസ് എന്ന് പറയുന്നത് ഒന്ന് മഞ്ഞളാണ്. ലാബിൽ ഉപയോഗിക്കുന്നത് അതിന് പകരം ഫിനോഫ്താലിനാണ്. ഇനി അടുത്തത് പദ്യമുഖം. ഓക്കെ, അടുത്തത് പ്രകൃതിദത്തമായിട്ടുള്ള ആസിഡിന്റെ സൂചകങ്ങൾ നമുക്ക് പദ്യമുഖവും ബീട്രൂട്ടും കൊടുക്കാം. ലാബിൽ ഉപയോഗിക്കുന്നത് നീല ലിറ്റ്മസ് പേപ്പർ എന്ന് കൊടുക്കാം. ഇനി ബേസിന്റെ സൂചകങ്ങളിൽ പ്രകൃതിദത്തമായിട്ടുള്ളത് ഒന്ന് മഞ്ഞൾ തന്നിട്ടുണ്ട്, അടുത്തത് ചുവന്ന കാബേജ്, നീല ശംഖുപുഷ്പം. ലാബിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ഫിനോഫ്താലിനും 2 മീഥൈൽ ഓറഞ്ചും പിന്നെ ചുവന്ന ലിറ്റ്മസ് പേപ്പറുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്ത പാഠഭാഗം നമുക്ക് നോക്കാനുള്ളത് വൈദ്യുതിയുടെ ലോകം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.